കഴിഞ്ഞതൊക്കെ വിട്ടേക്കണം സർ. കഴിഞ്ഞതൊന്നും എന്നെ വിട്ടു പോകുന്നില്ല മുരളി. ചില കാര്യങ്ങളിൽ എനിക്ക് മുരളിയുടെ സഹായം വേണം. അതിനാ മുരളിയെ വിളിച്ചത്. മുരളി എനിക്കത് ചെയ്തു തരണം. എന്ത് സഹായമാണ്? ഓട്ടോയിൽ എവിടെയെങ്കിലും പോകുന്ന കാര്യമാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റ് സഹായങ്ങൾ എന്നെ പോലെ ഒരാൾക്ക് എന്ത് ചെയ്യാനാ? ആവശ്യത്തിലധികം ഞങ്ങൾ വേദനിച്ച് കഴിഞ്ഞു. ഇനിയും കുത്തി നോവിക്കരുത്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മാഡം. എനിക്കൊരാശ്വാസത്തിന് വേണ്ടി പറഞ്ഞത്. ഈ കേസിൽ പല ഘട്ടങ്ങളിൽ അത്രയും വേദനിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബവും. ഞാൻ ഈ ഷർട്ട് തുറന്ന് കാണിക്കാം. അപ്പൊ സാറിന് കാണാം പോലീസ് എന്നെ തല്ലിയ പാടുകൾ. എന്റെ അമ്മയ്ക്കും കിട്ടി. അതൊക്കെ വേദനയാണ് സർ. വേണ്ട, പോട്ടെ. എന്തൊക്കെയായാലും സാറിനെ പോലുള്ളവരെ ജയിക്കൂ. മുമ്പ് പണം കൊണ്ടും അധികാരം കൊണ്ടും സാറിനെ പോലുള്ളവർക്ക് എന്നെ പോലുള്ളവരെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പതാ സാറിന്റെ സെന്റിമെന്റ്സിന് മുന്നിലും തോറ്റുപോവുക. സാധാരണക്കാരൻ കരഞ്ഞ ആരും വില തരില്ല. നന്ദനയോ ദേവികയോ പ്രഭാന്റിയോ ഒന്നും മനസ്സിലാക്കാത്തതിലല്ല, സിദ്ധാർത്ഥൻ സാറിനെ മനസ്സിലാക്കാത്തതിലായിരുന്നു എനിക്ക് സാറിനോടുള്ള ദേഷ്യം മുഴുവൻ. സാറിന് എന്ത് പറ്റി സാർ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പക കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതാവൂന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുരളി പറയുന്നതെല്ലാം സത്യങ്ങളാ. സത്യങ്ങൾ അംഗീകരിച്ചല്ലേ പറ്റൂ. ഒക്കെ പോട്ടെ, സാറ് വിളിപ്പിച്ച കാര്യം പറയൂ. മുരളി പറഞ്ഞു തന്നെയാ വിഷയം. സിദ്ധുവിനോട് ഞാൻ കാണിച്ചതിനെല്ലാം പരിഹാരം ചെയ്യണം. നന്ദൻ പറഞ്ഞ് മുരളി അറിഞ്ഞിട്ടുണ്ടാവും. കമ്പനിയുടെ കടങ്ങളെല്ലാം സിദ്ധുവിൻ്റെ പേരിലായി. അതുപോലെ ബാങ്കുകാരെ കൊണ്ട് വാഹനങ്ങളെല്ലാം തിരിച്ചടിപ്പിച്ചു. ഒക്കെ അറിയാം സർ. ഞാൻ ആ വാഹനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തയച്ചിട്ടും സിദ്ധു അത് സ്വീകരിച്ചില്ല. ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ സർ. മുരളി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്നൊന്ന് സംസാരിക്കണം. മനസ്സിലായില്ല? അതായത് സിദ്ധു ആവശ്യപ്പെടുന്ന എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് എൻ്റെ പഴയ സിദ്ധുവിനെ തിരിച്ചു കിട്ടണം. അതായത് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഞാൻ സംസാരിച്ച് മഞ്ഞുരുക്കണമെന്ന് അല്ലേ സർ? അതെ. അത് വേണ്ട സർ. നിങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കാൻ പാടില്ല. ഞാനെന്നല്ല, നിങ്ങളുടെ ഇടയിൽ ആരും വേണ്ട സർ. ആരും ഇടയിലില്ലാതെ തന്നെ നിങ്ങൾ ഒന്നിക്കും സർ. സാറിന് സിദ്ധാർത്ഥൻ സാറിനെ മനസ്സിലായെങ്കിൽ തിരിച്ച് സിദ്ധാർത്ഥൻ സാറിന് സാറിനെ മനസ്സിലാവൂ. പക്ഷേ അത് വിചാരിക്കും പോലെ എളുപ്പം നടക്കില്ലല്ലോ. കുറച്ച് വൈകിയാണെങ്കിലും അങ്ങനെ തമ്മിൽ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് മാഡം. അതുമാത്രമല്ല, സിദ്ധാർത്ഥൻ സാറിന്റെ അഭിപ്രായത്തെയും വ്യക്തിത്വത്തെയും മാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമല്ല, എന്നെപ്പോലൊരാളുടെ അഭിപ്രായം സിദ്ധാർത്ഥൻ സാർ സ്വീകരിക്കുന്നതും ശരിയല്ലല്ലോ. ഞാൻ സിദ്ധാർത്ഥനെ ഏൽപ്പിച്ച മുറിപ്പാടുകൾ വളരെ വലുതാ. അത് കാലമുണക്കും. എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സാർ നല്ലത്. നിങ്ങൾ വീണ്ടും പഴയ നല്ല സുഹൃത്തുക്കളായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. എത്രയും വേഗം അത് നടക്കട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.